ചൂട് കൂടുകയാണ്. പ്രത്യേകം കരുതലെടുക്കുക. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കളമശ്ശേരി ലഹരി കേസിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് പിടിയിലായ 3ാം വർഷ വിദ്യാർത്ഥി അനുരാജ്. ഹോസ്റ്റലുകളിൽ പോലീസിന്റെ പരിശോധന തുടരുന്നു. ലഹരി വ്യാപനം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിച്ചു മുഖ്യമന്ത്രി. കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടിയതിനെ തള്ളി ക്ഷേത്രോപദേശക സമിതി. LED വാളിൽ കൊടിയും ചിഹ്നവും കാണിച്ചത് തെറ്റ്. വിപ്ലവഗാനം പാടാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതി. സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. വേനൽ മഴയില്ലെങ്കിൽ ചൂട് ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ. ഉഷ്ണതരംഗത്തിനും സാധ്യത. ന്യൂസ് 18 ലൈവ് ടോൺ. കത്തുന്ന കേരളം. സുനിത വില്യംസിനെ ഭൂമിയിലെത്തിക്കാനുള്ള ദൗത്യം അവസാന ഘട്ടത്തിൽ. ക്രൂ 10 ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര നിലയത്തിലെത്തി. മടക്കം ബുധനാഴ്ച. അനിശ്ചിതത്വം അവസാനിക്കുന്നത് 9 മാസത്തിന് ശേഷം. PC ജോർജിനെ പിന്തുണച്ച് സിറോ മലബാർ സഭ നേതൃത്വത്തെ തള്ളി ഫാദർ പോൾ തേലക്കാട്ട്. പോലീസിന് NIAക്ക് അറിയാൻ പാടില്ലാത്ത ലൗകികവാദം ഉണ്ടെന്ന് മെത്രാന്മാരെങ്ങനെ അറിഞ്ഞത്? അങ്ങനെ അറിഞ്ഞെങ്കിൽ പോലീസിലൂടെ പറയേണ്ടത്, സമൂഹത്തിലൂടെ ഉണ്ടാക്കല്ല ചെയ്യേണ്ടത്. ഇത് കുറ്റകരമാണ് എന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. കാസ പോലുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നത് നാണക്കേട്. ഫാദർ തേലക്കാടിന്റെ പ്രതികരണം ന്യൂസ് 18 Q18-ൽ. പാകിസ്ഥാനിലെ തീവണ്ടി റാഞ്ചലിനിടെ 90 സൈനികരെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദവുമായി ബലൂച്ച് തീവ്രവാദികൾ. നിഷേധിച്ച പാക് സൈന്യം. ലഷ്കർ-ഇ തൈബ ഭീകരൻ അബു ഖത്തൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. യമനിൽ ഹൂതി താവളങ്ങളിൽ അമേരിക്കയുടെ ആക്രമണം. കാത്തിരിപ്പിനൊടുവിൽ എമ്പുരാന്റെ ആദ്യ ഷോ മാർച്ച് 27 രാവിലെ 6 മണിക്ക്. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസുമായുള്ള തർക്കം തുടരുന്നു. മുടക്കുമുതലിനൊപ്പം പലിശയും തിരിച്ചു തരണമെന്ന് ലൈക്ക. ലൂസിഫർ മാർച്ച് 20 റീ റിലീസിന്. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ലാറ സച്ചിൻ പോരാട്ടം. ഫൈനൽ 7:30. യുവരാജ് സിംഗിന്റെ ഫോമിൽ പ്രതീക്ഷയർപ്പിച്ച് ഇന്ത്യൻ മാസ്റ്റേഴ്സ്. ലഹരി ചെറുക്കാൻ കേരള പോലീസ്. കളമശ്ശേരി കഞ്ചാവ് കേസിലെ പ്രധാന പ്രതി പിടിയിൽ. പോളിടെക്നിക്കിലെ 3ാം വർഷ വിദ്യാർത്ഥി അനുരാജാണ് പിടിയിലായത്. കഞ്ചാവിന് വേണ്ടി പണപ്പിരിവ് നടത്തിയത് ഇയാളുടെ നേതൃത്വത്തിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം കളമശ്ശേരി കേന്ദ്രീകരിച്ച ഉള്ള ഹോസ്റ്റലുകളിൽ പോലീസിന്റെ പരിശോധന തുടരുകയാണ്. കൊല്ലം സ്വദേശിയായ അനുരാജിന് ഇന്നലെ രാത്രിയാണ് പിടികൂടിയത്. അനുരാജാണ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചതെന്നാണ് മറ്റു പ്രതികളുടെ മൊഴി. ഇയാളാണ് ഹോളി ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയതെന്നാണ് സൂചന. പിരിച്ച പണം പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവർക്ക് കൈമാറുകയും അവർ മുഖേന കഞ്ചാവ് ക്യാമ്പസിലെത്തിക്കുകയുമായിരുന്നു. 10,000 രൂപ ഇവർ പിരിച്ചു നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. 4 കിലോ കഞ്ചാവാണ് ക്യാമ്പസിലേക്ക് എത്തിച്ചത്. ഇതിൽ 2 കിലോയാണ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയത്. 3ാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥിയായ അനുരാജിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുകയാണ്. കഞ്ചാവ് കൈമാറിയത് ഇതര സംസ്ഥാനക്കാരനായ സുഹേൽ ബായ് എന്നൊരാളാണെന്നാണ് പോലീസിന് നൽകിയ മൊഴി. ഇയാൾക്കു വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. അതേസമയം കളമശ്ശേരി കേന്ദ്രീകരിച്ച് ഹോസ്റ്റലുകളിൽ പോലീസിന്റെ പരിശോധനയും തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിൽ 2 ഗ്രാം കഞ്ചാവുമായി ഒരു വിദ്യാർത്ഥി പിടിയിലായി. ഭാരത് മാതാ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശി മുഹമ്മദ് സൈദലിയാണ് പിടിയിലായത്. വിദ്യാർത്ഥിയെ രാത്രി തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വിൽപ്പന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൂട്ടുകച്ചവടമാണെന്നാണ് പോലീസ് പറയുന്നത്. കഞ്ചാവ് ഉപയോഗിക്കുന്നവരെല്ലാം ഇവിടെ ഒറ്റക്കെട്ടാണെന്നും പരിശോധനയ്ക്ക് പിന്നാലെ പലരും ഒളിവിൽ പോയെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കോട്ടയം പൂഞ്ഞാറിൽ കഞ്ചാവുമായി സ്കൂൾ വിദ്യാർത്ഥി പിടിയിലായതിന് സമീപത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. പൂഞ്ഞാർ പനച്ചികപ്പാറയിൽ കാവുംകടവ് പാലത്തിന് സമീപമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. എക്സൈസ് സംഘം സ്ഥലത്തെത്തി കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു.
സംസ്ഥാനത്തെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മാസം 24-നാണ് യോഗം. ലഹരി വിരുദ്ധ ക്യാമ്പയിനും തുടർ നടപടിയും യോഗത്തിൽ ചർച്ചയാകും. ക്യാമ്പസുകളിൽ നിന്നടക്കം ലഹരി പിടികൂടുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. എക്സൈസ്, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം യോഗത്തിൽ പങ്കെടുക്കും. ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം എക്സൈസ് വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുക്കും. ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി അങ്ങോട്ടുള്ള പദ്ധതികളും ചർച്ചയാകും. എക്സൈസിനും പോലീസിനും അടക്കം കൂടുതൽ ചുമതലകൾ നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന് തടയിടാനാണ് നീക്കം. കർണാടകയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മംഗളൂരുവിൽ 75 കോടി രൂപ വില വരുന്ന 37 കിലോഗ്രാം MDMA-യുമായി 2 സൗത്ത് ആഫ്രിക്കൻ യുവതികളാണ് പിടിയിലായത്. കർണാടകയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിത്. രാജ്യത്തുടനീളം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ബാംബ ഫെൻഡ, ആബിഗേൽ അഡോണിയസ് എന്നിവരെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളായ ഇരുവരെയും ബംഗളൂരുവിൽ നിന്ന് മംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 37.87 കിലോഗ്രാം MDMA-യും പിടികൂടി. വിപണിയിൽ 75 കോടി രൂപ വില വരും. യുവതികൾ ഡൽഹിയിൽ നിന്ന് വിമാനം വഴിയാണ് ബംഗളൂരുവിലേക്ക് MDMA എത്തിച്ചത്. 2 ട്രോളി ബാഗുകളിലാക്കി വിമാനത്തിൽ കൊണ്ടുവരികയായിരുന്നു. ഇവരിൽ നിന്ന് 4 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. പിടിയിലായ ഇരുവരും മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണികളാണെന്ന് പോലീസ് പറഞ്ഞു. Original name is Olipo Evans. ಈ ಇಬ್ಬರು ಲೇಡೀಸ್ ಸಾಕಷ್ಟು ಸತಿ ಬೆಂಗಳೂರು ಮುಂಬೈಗೆ ಪ್ರಯಾಣ ಮಾಡಿದ್ದಾರೆ. ನಮ್ಮದು ಪ್ರಿಲಿಮಿನರಿ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಪ್ರಕಾರ ಕಳೆದ 1 ವರ್ಷದಲ್ಲಿ ಸುಮಾರು 37 ಟೈಮ್ಸ್ ಅವರು ಬೆಂಗಳೂರು ಬಂದಿದ್ದಾರೆ ಮತ್ತು 22 ಟೈಮ್ಸ್ ಡೆಲ್ಲಿ ಹೋಗಿದ್ದಾರೆ. ಸೊ ಒಟ್ಟಾರೆ 1 ವರ್ಷದಲ್ಲಿ 59 ಟೈಮ್ಸ್ ಅವರು ಈ ಡ್ರಗ್ಸ್ ಟ್ರಿಪ್ಸ್ ಮಾಡಿದ್ದಾರೆ. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം ബംഗളൂരുവിലേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ സംഘം മയക്കുമരുന്ന് കടത്തുന്നുണ്ട്. പിടിയിലായവരിൽ ഒരാൾ 2020-ലും മറ്റൊരാൾ 2016-ലും ഇന്ത്യയിൽ ബിസിനസ് വിസയിൽ എത്തിയവരാണ്. ഒരു വർഷത്തിനിടെ മാത്രം 37 തവണ ഇവർ ബംഗളൂരുവിലേക്ക് വിമാനയാത്ര നടത്തിയിട്ടുണ്ട്. 22 തവണ മുംബൈയിലേക്കും ഇവർ യാത്ര ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 മംഗളൂരു. കൈക്കൂലി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത IOC ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ കൊച്ചിയിലെ വസതിയിൽ നിന്ന് 29 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിന്റെ തെളിവുകളും വിദേശ മദ്യവും ഡിജിറ്റൽ രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ഗതികേട് കൊണ്ടാണ് അലക്സ് മാത്യുവിനെ കുറിച്ച് വിജിലൻസിൽ അറിയിച്ചതെന്ന് ഗ്യാസ് ഏജൻസി ഉടമ എസ് മനോജ് ന്യൂസ് 18-നോട് പറഞ്ഞു. അദ്ദേഹം ഒരിക്കലും ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അടുത്ത് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ലോഡ് സെയിൽസ് ഓഫീസർമാർ പ്ലാനിങ് കൊടുത്താലും ഇദ്ദേഹം അത് അട്ടിമറിക്കുകയും പുള്ളിക്ക് താല്പര്യമുള്ളവർക്ക് ലോഡ് അയക്കുകയും ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പോൾ പുള്ളി ലോഡിന് വിളിക്കുമ്പോൾ പറയും നിങ്ങളിങ്ങനെ ഫോണിൽ വിളിച്ചാൽ പോരെ, ഇടയ്ക്കൊക്കെ ഒന്ന് കാണണം. പുള്ളി തന്നെ അതിനുള്ള വഴി ഒരുക്കി അങ്ങനെ പുള്ളിയിലോട്ട് ഞങ്ങളെ അടുപ്പിക്കുകയും പുള്ളിയുടെ ആവശ്യങ്ങൾ നടക്കുന്നതിനനുസരിച്ച് നമ്മളെ കൊണ്ടുപോവുകയാണ് പുള്ളി ചെയ്യുന്നത്. അന്നൊക്കെ ഇങ്ങനെ 10,000 5,000 ഒക്കെ ലോഡ് കിട്ടുന്നതിന് വേണ്ടി വാങ്ങും. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഫോണിൽ വിളിച്ച് ധിക്കാരത്തോടെ നടത്തിയ പ്രതികരണമാണ് പരാതി നൽകാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് മനോജ്. പുള്ളി എൻ്റെ ഏജൻസിയിൽ നിന്ന് കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്യാൻ 10,000 കസ്റ്റമറെ മാറ്റും 2 ഏജൻസിക്കായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് എന്നെ പുള്ളിയുടെ വീട്ടിൽ വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ വിചാരിച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. അതിന് 10 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. അപ്പോൾ അത് സാറിന് തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസയില്ല, സാർ എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ സൗകര്യം പോലെ ചെയ്യാൻ പറഞ്ഞു. റീസെൻ്റായിട്ടൊരു 2 ഏജൻസിയിലേക്ക് 1200 1000 കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, നോക്കണം, അങ്ങനെ മാറ്റി. എസ് മനോജിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെ ഇന്നലെയാണ് വിജിലൻസ് കുടുക്കിയത്. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെ ഇയാളുടെ വീട്ടിലും ഓഫീസിലും പരിശോധന നടന്നത്. സാമ്പത്തിക ഇടപാടുകളുടെ നിരവധി രേഖകൾ ഇവിടെ നിന്ന് വിജിലൻസ് സംഘം പിടിച്ചെടുത്തു. 29 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിന് പുറമെ 6 കുപ്പി വിദേശ മദ്യം, ഹാർഡ് ഡിസ്ക്, പണമിടപാടിന്റെ മറ്റ് ഡിജിറ്റൽ രേഖകൾ തുടങ്ങിയവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. അലക്സ് മാത്യു IOC അസിസ്റ്റന്റ് മാനേജർ ആയതു മുതൽ കൈക്കൂലി വാങ്ങിയിരുന്നതായാണ് സൂചന. അതേസമയം അലക്സ് മാത്യുവിന് മുൻപും കൈക്കൂലി നൽകിയിട്ടുണ്ടെന്നും ഏജൻസിയിൽ നിന്ന് ഉപഭോക്താക്കളെ മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഡിസ്ട്രിബ്യൂട്ടർമാരിൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയിരുന്നതെന്നും എസ് മനോജ് ന്യൂസ് 18-നോട് പറഞ്ഞു. പുലർച്ചെ 3 മണിയോടെയാണ് കവടിയാറിലെ പണ്ഡിറ്റ് നഗറിലുള്ള വീട്ടിലെ നടപടികൾ പൂർത്തിയാക്കി അലക്സ് മാത്യുവുമായി വിജിലൻസ് സംഘം മടങ്ങിയത്. കൊച്ചിയിലെ IOCയുടെ ഓഫീസിലും രാത്രിയിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. കടയ്ക്കൽ തിരുവാതിര മഹോത്സവത്തിലെ സംഗീത പരിപാടിയിൽ പാർട്ടി ചിഹ്നവും കൊടിയും പ്രദർശിപ്പിച്ചതിനെ തള്ളി ക്ഷേത്രോപദേശക സമിതി. LED വാളിൽ കൊടിയും ചിഹ്നവും കാണിച്ചത് തെറ്റാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. അലോഷയുടെ പരിപാടിയിൽ വിപ്ലവഗാനം പാടാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതിയും വ്യക്തമാക്കി.
കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിലെ സംഗീത പരിപാടിയിൽ കൊടിയും ചിഹ്നവും കാണിച്ചത് തെറ്റാണെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് എസ് വികാസ് പറഞ്ഞു. സംഘാടകർക്ക് സംഭവിച്ച ശ്രദ്ധക്കുറവ് ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും ക്ഷേത്ര ഭാരവാഹികൾ പ്രതികരിച്ചു. ഏത് പാട്ട് പാടണമെന്നത് കലാകാരന്റെ അവകാശമാണ്. ഉത്സവ കമ്മിറ്റിയും ഉപദേശക സമിതിയും ഇക്കാര്യത്തിൽ ഇടപെടാറില്ല. ഇതാണ് ഇവരുടെ വിശദീകരണം. ക്ഷേത്ര ഉപദേശക സമിതിയുടെ വിശദീകരണം ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അലോഷിയുടെ പരിപാടിയിൽ വിപ്ലവഗാനം പാടാൻ വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെട്ടിട്ടില്ല. വ്യാപാരി വ്യവസായി സമിതി പരിപാടി സ്പോൺസർ ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും ആരാധകരുടെ ആവശ്യപ്രകാരമാണ് CPM പ്രചാരണ ഗാനങ്ങൾ പാടിയതെന്നും വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുക്കാത്തവരാണ് വിവാദമുണ്ടാക്കുന്നതെന്നാണ് ഗായകൻ അലോഷിയുടെ പ്രതികരണം. ന്യൂസ് 18 കൊല്ലം. കേരളത്തിന് ചുട്ടുപൊള്ളുന്നു, കരുതിയിരിക്കണം. ന്യൂസ് 18 ലൈവത്തോൺ കത്തുന്ന കേരളം. സംസ്ഥാനത്ത് ചൂട് ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ. വേനൽ മഴ ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്ഥിതി അതീവ ഗുരുതരമാകും. ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷമാണ് സംസ്ഥാനത്ത് ആദ്യമായി ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരിയിലും മാർച്ച് മാസം ഇതുവരെയും ശരാശരിയേക്കാൾ കൂടുതൽ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. ഒന്നിലധികം സ്ഥലങ്ങളിൽ തുടർച്ചയായ 2 ദിവസം 40 ഡിഗ്രിയിലധികം ചൂടോ, തുടർച്ചയായ ദിവസങ്ങളിൽ സാധാരണയേക്കാൾ 4.5 ഡിഗ്രിയിലധികം ചൂടോ രേഖപ്പെടുത്തുമ്പോഴാണ് ഉഷ്ണതരംഗം ഉണ്ടായതായി പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ പാലക്കാട്ടും കണ്ണൂരുമായി സംസ്ഥാനത്ത് 2 തവണ ഉഷ്ണതരംഗമുണ്ടായി. 4 തവണ ഉഷ്ണതരംഗ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിലൊക്കെ സ്ഥിരം പ്രതിഭാസമായ ഉഷ്ണതരംഗം കേരളത്തിന് ആദ്യ അനുഭവമായിരുന്നു അന്ന്. ഇപ്പോഴത്തെ ചൂട് കണക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ ഉഷ്ണതരംഗ സാധ്യതയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 2019 മുതലാണ് ഈ വിധം കേരളത്തിലെ താപനിലയിൽ വലിയ വർധന കാണാൻ തുടങ്ങിയത്. ഏപ്രിൽ മാസത്തിലാണ് വേനൽ അതിന്റെ പാരമ്യത്തിലെത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ 40 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയിരുന്നു. ആ ദിവസം രാജ്യത്തു തന്നെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയായിരുന്നു കണ്ണൂരിലേത്. എൽ നിനോ പ്രതിഭാസമാണ് കഴിഞ്ഞ വർഷം ലോകവ്യാപകമായി ചൂട് ഉയരാൻ കാരണമായത്. ഒരു തീരദേശ സംസ്ഥാനമായതുകൊണ്ട് തന്നെ നമുക്ക് ഹ്യൂമിഡിറ്റിയുടെ ഇമ്പാക്ട് കൂടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് മെഷർമെന്റ് ആയി കിട്ടുന്ന ടെമ്പറേച്ചറും നമ്മൾ ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചറും ഡിഫറന്റ് ആയിരിക്കും. അപ്പം നമുക്കൊരു 35-36 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും തന്നെ പലപ്പോഴും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അസ്വസ്ഥതകൾ ഉണ്ടാവാം. 37 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നതോടുകൂടി തന്നെ നമുക്ക് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാം. അപ്പൊ അത് കേരളത്തിലെ സംബന്ധിച്ചുള്ള ഒരു ഗൗരവമായ കാര്യമാണ്. ഹ്യൂമിഡിറ്റിയുടെ ഇമ്പാക്ട് ഉള്ളത് കൊണ്ട് ഈ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മാറുമ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ കോസ്റ്റൽ മേഖലകളിലൊക്കെ നോക്കുവാണെങ്കിൽ പലപ്പോഴും നമുക്ക് 37-38 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന, ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ടെമ്പറേച്ചർ തന്നെയാണ്. നമ്മളാണെങ്കിൽ ചെറിയ ലാൻഡ്സ്കേപ്പാണ്. ഇവൻ നമ്മുടെ ഏറ്റവും ദൂരെയുള്ള അല്ലെങ്കിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ നമുക്ക് വലിയ ഹ്യൂമിഡിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഉഷ്ണതരംഗം വീശിയടിച്ച 2024 ചൂടേറ്റ് 5 മരണങ്ങളാണ് കേരളത്തിലുണ്ടായത്. 2019 1 മരണം ഉണ്ടായത് മാറ്റി നിർത്തിയാൽ കൊടും ചൂടിൽ ജീവൻ നഷ്ടപ്പെടുന്നത് കേരളത്തിന് പുതുമയായിരുന്നു. ഈ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സാധാരണയേക്കാൾ കൂടിയ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെയും കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ 38 ഡിഗ്രി വരെയും ആലപ്പുഴയിൽ 37, കോട്ടയത്തും കണ്ണൂരും 36 ഡിഗ്രി ചൂടുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. മറ്റു ജില്ലകളിലും ശരാശരിയേക്കാൾ ചൂട് കൂടാമെന്ന മുന്നറിയിപ്പുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കടുത്ത ചൂടിനെ അവഗണിച്ചും ജോലി ചെയ്യുകയാണ് കൊച്ചിയിലെ ചുമട്ടുതൊഴിലാളികൾ. വെയിൽ കൊള്ളാതെ മറ്റ് നിവൃത്തിയില്ലെന്ന് ഇവർ പറയുന്നു. ജോലി സമയത്തെ ക്രമീകരണമൊന്നും ഇവരെ ബാധിക്കുന്നതല്ലെന്നാണ് തൊഴിലാളികളുടെ അഭിപ്രായം. നവമി ദിനേശ് തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മുടെ വെയിൽ കൊള്ളുന്ന ഒരു വിഭാഗക്കാരാണ് ചുമട്ടുതൊഴിലാളികളും. അവർ ഈ വെയിലിനെ, ഈ ചൂടിനെ അതിജീവിക്കാൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഇതിനകത്ത് കരുതലായിട്ട് നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല. നമ്മുടെ ജീവിതമാർഗമാണല്ലോ ഇത്. അപ്പോൾ ഇതൊക്കെ സഹിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. ചില സമയത്തൊക്കെ ലോഡ് വരാൻ നേരത്ത് ചിലപ്പോൾ ഭയങ്കര വെയിലായിരിക്കാം, ചില സ്ഥലങ്ങളിലൊന്നും തണലുണ്ടാവില്ല. എന്നാൽ പോലും നമുക്ക് കൊണ്ടുവന്ന മറ്റേ ഡ്രൈവർമാരാണെങ്കിലും പുറത്തുനിന്നൊക്കെയല്ല വന്നത്. പരമാവധി നമ്മളത് സഹിച്ചാലേ അവർക്കും ആ ഒരു ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും പ്രതിരോധവും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകാനല്ല.
ഒരു കാര്യങ്ങളൊന്നുമില്ല, സഹിക്കുക അത്ര തന്നെ. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു കട്ട വെയിലത്ത് തന്നെ ഇറക്കേണ്ടി വരും. അതിന് ഞങ്ങൾ ഇറക്കും. കാരണം ആ വണ്ടിക്കാരന് വേണ്ടി നമുക്ക് ചിലപ്പോൾ 4 മണി വരെ ഒന്നും ഇടാൻ പറ്റൂല. അയാൾക്കും ജീവിക്കണം, നമുക്കും ജീവിക്കണം. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. നമുക്കും കുറെ കാര്യങ്ങളില്ലേ, കുടുംബപരമായിട്ടും കാര്യങ്ങളില്ലേ. ഇതിനിടയിൽ വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും ഒന്നും മറക്കരുത്. അതൊക്കെ നമുക്ക് അല്ല, അതൊക്കെ നമ്മൾ കൃത്യമായിട്ടും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. നമുക്ക് അതിനുള്ള ടൈം കിട്ടാറില്ലെങ്കിൽ പോലും നമ്മളത് കൃത്യമായിട്ട് തന്നെ ചെയ്തു പോകാറുണ്ട്. ധാരാളമായിട്ട് വെള്ളം കുടിക്കാറുണ്ട്. കൂടെയുള്ള ആൾക്കാരും എല്ലാവരും തന്നെ അങ്ങനെയൊക്കെ തന്നെ സഹകരിച്ച് പോകുന്ന ആൾക്കാരാണ്. കമ്പി കാര്യങ്ങളൊക്കെ ഇറക്കുമ്പോൾ ഞങ്ങൾ ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് ഇറക്കാറുള്ളത്. ഇവിടെ നമുക്ക് കുറച്ചൊരു പ്രായമായിട്ടുള്ള ഒരച്ഛൻ കൂടി ഇരിപ്പുണ്ട്. ചോദിക്കാം, ഭയങ്കര ചൂടാണ്, ഓരോ ദിവസവും ചൂടിങ്ങനെ കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല, ചെയ്യാനുമില്ല, ഇത് സഹിച്ചേ പറ്റുള്ളൂ, വേറെ മാർഗമൊന്നുമില്ലല്ലോ. അതാണ് ഇവർക്ക് പറയാനുള്ളത്. കാരണം ഈ ചൂടും ഒക്കെ സഹിച്ച് അവരുടെ ജോലിയാണ്, ഉപജീവന മാർഗമാണ്, അതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അതിൽ ഈ സൂര്യന്റെ ചൂടോ അല്ലെങ്കിൽ സൂര്യാഘാത വൈക്കോ ഒന്നും നോക്കാറില്ല. കഴിയുന്ന രീതിയിലൊക്കെ ഒരു സുരക്ഷ അവരെടുക്കാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും അതുണ്ടാകാറില്ല എന്ന് കൂടിയാണ് ഈ ചുമട്ടുതൊഴിലാളികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്ലൗസും മാസ്കും മാത്രമാണ് ആശ്രയം എന്നാണ് ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ചെറുപ്പക്കാരുടെ അഭിപ്രായം. സമയം നോക്കി ജോലി ചെയ്താൽ പൈസ കിട്ടില്ല, ആശ്വാസത്തിനായി വെള്ളം കുടിക്കുക മാത്രമാണ് വഴിയെന്നും ഇവർ പറയുന്നു. 10 മണി മുതൽ 3 മണി വരെയുള്ള ചൂട് അത് പരമാവധി ഒഴിവാക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. പക്ഷേ അത് പാലിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ചെറുപ്പക്കാരുമുണ്ട് നമ്മുടെ നാട്ടിൽ. ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ. കൊച്ചിയിലെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് അവരെത്രമാത്രമാണ് ഇതിൽ നിന്നൊക്കെ ജാഗ്രത പുലർത്തുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പോളിസ്റ്ററാണ്, ചൂടാണ്, ഓടിക്കൊണ്ടിരിക്കുക, അതാണ്. കുടിക്കുന്നുണ്ട്, വണ്ടിയിലുണ്ട്, സ്റ്റോക്കാണ്, കഴിക്കും, ഉറപ്പ്. ഓക്കെ, താങ്ക് യു. ചൂട് കൂടുതലാണ്, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാം, വെള്ളം കുടിക്കാനൊക്കെ പറ്റും. കുഴപ്പമില്ല, നല്ല വെയിലുണ്ട്, ചൂടുണ്ട്, കുഴപ്പമില്ല. കുടിക്കാറുണ്ട്. ടൈം കിട്ടുമ്പോൾ ലൈക്ക് ഒരു ഓർഡർ ഡെലിവറി ചെയ്താൽ കുടിക്കാറുണ്ട് വെള്ളം. ഈ ചൂടത്ത് പിടിയിട്ടില്ലെങ്കിൽ സൺടാൻ നല്ല രീതി അടിക്കും. ഇപ്പോഴത്തെ ചൂട് ഒരു രക്ഷയില്ല. കാര്യം ഞങ്ങളുടെ ഈ അവസ്ഥ എന്ന് പറയുമ്പം കാര്യം ഈ വെയിലത്തെ പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സെയിം പേയ്മെന്റ് തന്നെയാണ് കിട്ടുന്നത്. ഒരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇതിടാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുമില്ലാത്തൊരവസ്ഥ. നമുക്ക് ഇരിക്കാനുള്ള സമയം കിട്ടും. ചില ദിവസങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടാറില്ല. നമ്മൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി ആകുമ്പോഴാണ് നമുക്കിത് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങുന്നത്. നമുക്ക് ഇൻസെന്റീവ് കിട്ടണമെങ്കിൽ ഇത്ര ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തുള്ളൂ. ഗ്ലൗ പിന്നെ ഒരു ക്യാബ് ഉണ്ടായി, അതിടും. പിന്നെ പ്രത്യേകിച്ച് നല്ല കൂളായിട്ട് എൻ്റെ കൈ കരുതും, വെള്ളം ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഹോസ്റ്റൽ ഫീസെങ്കിലും കൊടുക്കാമല്ലോ വെച്ചിട്ട് ഓട്ടണേ. വെയിൽ കൊണ്ടേ പറ്റും. വെയിലൊന്നും തരുന്നില്ല, ഏത് ഇതായിട്ടാലും മഴയത്ത് മാത്രമേ ഉള്ളൂ. ചൂട് കൂടുതലാണെങ്കിലും നമുക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റൂലല്ലോ, ജീവിതമാർഗമാണ്. അപ്പൊ എന്തായാലും ഇറങ്ങിയേ പറ്റുള്ളൂ, അതുകൊണ്ട് പോവാണ്. എല്ലാം ബുദ്ധിമുട്ടാണ്. വേർത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ മുന്നോട്ട് അങ്ങോട്ട് ഒരു ഉച്ച 12 മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മടുത്തു പോകും നമ്മള്. ഒരു 3 മണി വരെ പിന്നെ അനങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. തീരെ എഴുന്നേക്കാൻ പറ്റാത്ത രീതി, പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ണൊക്കെ അങ്ങ് വേദന എടുക്കാൻ തുടങ്ങി വെയിൽ കൊള്ളുമ്പോഴത്തേനും. അല്ല, പൈസ വേണേ ചെയ്തല്ലേ പറ്റൂ. ചൂട് നോക്കി ഇരുന്നാൽ പൈസ കിട്ടത്തില്ലല്ലോ. ഈ ചൂട് കൊള്ളാതെ പൂർണ്ണമായും ഒഴിവാകാൻ അവർക്ക് കഴിയില്ല. പക്ഷേ ചെറിയ ചില ജാഗ്രതകളൊക്കെ പുലർത്തുന്നുണ്ട്. വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒപ്പം ഈ സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലൊക്കെ സ്വീകരിക്കുന്നു. അങ്ങനെയൊക്കെ ഈ ചെറുപ്പക്കാർക്കും കഴിയുകയുള്ളൂ. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. മറ്റു വാർത്തകൾ നോക്കാം. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം അനിശ്ചിതാവസ്ഥയിലാണ്. കടുവയെ ഇന്ന് ഇതുവരെ കണ്ടെത്താനായില്ല. കാലിന് പരിക്കുള്ളതിനാൽ കടുവയ്ക്ക് അധികം ദൂരെ പോകാൻ കഴിയില്ലെന്നാണ് വനംവകുപ്പ് പറയുന്നത്. 6 മണിവരെ ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. വണ്ടിപ്പെരിയാറിൽ ഭീതി പരത്തിയ കടുവയെ പിടികൂടാൻ വനം വകുപ്പ് തീരുമാനിച്ചതോടെ ആശ്വാസത്തിലായിരുന്നു നാട്ടുകാർ. ഗ്രാമ്പിയിലെ സ്കൂളിന്റെ പരിസരത്ത് വരെ എത്തിയ കടുവയെ പിടികൂടാൻ കൂടൊരുക്കി കാത്തിരുന്നെങ്കിലും കടുവ കൂട്ടിൽ കയറിയില്ല. ഇതോടെ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചു. ദൗത്യം രാവിലെ തന്നെ തുടങ്ങിയെങ്കിലും ഇന്ന് ഇതുവരെ കടുവയെ കണ്ടെത്താനായിട്ടില്ല.
കാലിന് പരിക്കുള്ളതിനാൽ അധികം ദൂരേക്ക് പോയിട്ടുണ്ടാവില്ലെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ കടുവയെ കണ്ട മേഖലയിൽ നിന്നും 500 മീറ്റർ അകലേക്ക് സ്നിപ്പർ ഡോഗ് നീങ്ങിയത്. മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം കടുവയെ തേക്കടിയിലെത്തിച്ച് ചികിത്സ നൽകാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. എന്നാൽ ദൗത്യം വൈകിയതിൽ നാട്ടുകാർ വനംവകുപ്പിനെ കുറ്റപ്പെടുത്തുന്നു. കടുവയുടെ സഞ്ചാരം നിരീക്ഷിക്കുന്നതിലും വനംവകുപ്പ് വീഴ്ച വരുത്തിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. കടുവയെ പിടികൂടാനുള്ള ദൗത്യം നാളെയും തുടരും. കടുവ കാട് കയറി എന്നാണ് ദൗത്യ സംഘം ഇപ്പോൾ പ്രാഥമികമായ ഒരു നിഗമനത്തിലെത്തിയിട്ടുള്ളത്. നേരത്തെ കടുവയെ കണ്ട പ്രദേശത്ത് 2 കൂടുകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മഞ്ചേരി കാട്ടുങ്ങലിൽ ആഭരണ വിൽപ്പനക്കാരെ ആക്രമിച്ച് 117 പവനോളം സ്വർണം കവർന്ന കേസിൽ 2 പേരെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാമതൊരാൾ കസ്റ്റഡിയിലാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്വർണമാണ് ജീവനക്കാരനായ ശിവേഷ് സഹോദരന്റെയും സുഹൃത്തിന്റെയും സഹായത്തോടെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറികളിലേക്ക് നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനമായ നിഖില ബാംഗിൾസിലെ ജീവനക്കാരനായിരുന്നു കേസിലെ മുഖ്യപ്രതി ശിവേഷ്. മുൻപ് പല കേസുകളിലും പ്രതിയായ ശിവേഷ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. മഞ്ചേരി ഭാഗത്തെ കടകളിൽ സ്വർണ്ണാഭരണങ്ങളുടെ മോഡലുകൾ കാണിച്ച് വിൽപ്പന നടത്തി ബാക്കിയുള്ള സ്വർണവുമായി തിരിച്ച് സ്കൂട്ടറിൽ മലപ്പുറത്തേക്ക് പോകും വഴിയായിരുന്നു സ്വർണം കവർന്നത്. ശിവേഷിന് തന്നെ ആസൂത്രണമായിരുന്നു ഇതിനു പിന്നിൽ. കാട്ടുങ്ങലിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് ശിവേഷ് സ്കൂട്ടർ നിർത്തിയിട്ടു. അവിടെ എത്തിയ മറ്റു പ്രതികൾ സ്കൂട്ടർ മറച്ചിട്ട് സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ബാഗ് മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവിന്റെ ഇടപെടലാണ് പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളുടെ വാഹനം പിന്തുടർന്ന് ഇയാൾ നമ്പർ പ്ലേറ്റ് അടക്കം ഫോട്ടോ എടുത്ത് പോലീസിന് കൈമാറി. തുടർന്ന് വളരെ വേഗത്തിൽ പോലീസ് പ്രതികളെ പിടികൂടി. ഒന്നാമത്തേത് ഇതിന്റെ കാരിയറായിട്ടുള്ള ഈ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് സ്വർണം കൊണ്ടുവരുന്ന ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തി ഒരാൾ തന്നെയാണ് ഇതിന്റെ പ്രധാന സൂത്രധാരൻ, ഒരു ശിവേഷ്. ഇവർ തന്നെ സ്റ്റേജ് ചെയ്ത ഒരു മാറ്ററായിരുന്നു. സ്വിഫ്റ്റായിട്ട് പോലീസിന് ആക്ട് ചെയ്യാൻ ഇതിനകത്ത് കഴിഞ്ഞതിനും കാരണം ഒരു സിവിലിയൻ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇടപെടലാണ്. സംഭവം കാണുമ്പോൾ നേരിൽ കണ്ടപ്പോൾ അതിലെ ദുരൂഹത മനസ്സിലാക്കി പുറകെ ഒന്ന് പോയി നോക്കുകയും ആ വെഹിക്കിളിന്റെ ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് എടുത്ത പോലീസിന് ഒട്ടും ടൈം ഡിലേ ഇല്ലാതെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തു. ശിവേഷിനും സഹോദരൻ ബെൻസുവിനുമൊപ്പം കവർച്ചയിൽ പങ്കെടുത്ത മൂന്നാമതൊരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നതായും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 മലപ്പുറം. ലവ് ജിഹാദ് ആരോപണത്തിൽ PC ജോർജിനെ പിന്തുണച്ച സിറോ മലബാർ സഭയെ തള്ളി മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട്. പോലീസും ദേശീയ അന്വേഷണ ഏജൻസിയും അറിയാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാൻ മെത്രാൻമാർക്ക് എങ്ങനെയാണ് കഴിയുന്നതെന്ന് പോൾ തേലക്കാട്ട് ചോദിച്ചു. ഇതര സമുദായങ്ങളുമായി സമാധാനത്തിൽ കഴിയാൻ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുമ്പോൾ അതിന് വിരുദ്ധമായാണ് പിതാക്കന്മാർ സംസാരിക്കുന്നത്. കാസ പോലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സഭയിൽ നിന്നുണ്ടാകുന്നത് നാണക്കേടാണ്. ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ വിവാഹപ്രായം തീരുമാനിക്കാൻ എന്ത് ഉത്തരവാദിത്വമാണ് PC ജോർജിനുള്ളതെന്നും ഫാദർ പോൾ തേലക്കാട്ട് പരിഹസിച്ചു. ന്യൂസ് 18 Q18 പോൾ തേലക്കാട്ടിന്റെ പ്രതികരണം. സഭ, സിറോ മലബാർ സഭ ഇതിനകത്തെടുത്ത നിലപാട് അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണോ? PC ജോർജ് പറഞ്ഞതിൽ മതവിദ്വേഷമുണ്ടാക്കുന്ന ഒന്നുമില്ല എന്ന് പറയുകയും പത്രക്കുറിപ്പിറക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അത് ആശ്ചര്യപ്പെടുത്തിയോ? തീർച്ചയായിട്ടും ആശ്ചര്യമുണ്ട്, സങ്കടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സിറോ മലബാർ സഭ 2020 ജനുവരി 14 പ്രസ്താവന ഇറക്കി ലവ് ജിഹാദ് ഉണ്ടെന്നും പറഞ്ഞു. പോലീസിന് NIAക്ക് അറിയാൻ പാടില്ലാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് മെത്രാന്മാരെങ്ങനെ അറിഞ്ഞത്? അങ്ങനെ അറിഞ്ഞെങ്കിൽ പോലീസിലൂടെ പറയേണ്ടത്, സമൂഹത്തിലുള്ള ഉണ്ടാക്കല്ല ചെയ്യേണ്ടത്. ഇത് കുറ്റകരമാണ് എന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് സമുദായം അംഗങ്ങൾ ചിന്തിക്കുന്നതല്ല ഈ പുറത്തേക്ക് വരുന്ന ഈ നിലപാട് എന്ന് കൂടിയാണ് ഫാദർ പോൾ തേലക്കാട്ട് പറയുന്നത്, അല്ലേ? ഇസ്ലാം മതവിശ്വാസികളുമായിട്ടും ഹിന്ദുക്കളായിട്ടും ഒക്കെ സൗഹാർദ്ദത്തിൽ ജീവിക്കാനാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ വീണ്ടും ആക്രമണം. ക്വറ്റയിൽ നിന്ന് തഫ്താനിലേക്ക് പോവുകയായിരുന്ന വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 7 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബലൂച്ച് ലിബറേഷൻ ആർമി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇതിനിടെ നേരത്തെ ട്രെയിൻ റാഞ്ചലിനിടെ 90 സൈനികർ കൊല്ലപ്പെട്ടതായി ബലൂച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു. കഴിഞ്ഞ ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ ബലൂച്ച് പ്രവിശ്യയിൽ നിന്ന് ജാഫർ എക്സ്പ്രസ് ട്രെയിൻ ബലൂച്ച് ലിബറേഷൻ ആർമി തട്ടിയെടുത്തിരുന്നു. ട്രെയിനിലുണ്ടായിരുന്ന സൈനികരെ കൊലപ്പെടുത്തിയതായി ബലൂച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെട്ടിരുന്നു.
മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹഫീസ് സയ്യിദിന്റെ അടുത്ത അനുയായി ലഷ്കർ-ഇ-തൈബ ഭീകരൻ അബു ഖത്തൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രി പാകിസ്ഥാനിലെ ജഹലം മേഖലയിൽ അജ്ഞാത സംഘത്തിന്റെ വെടിവെപ്പിലായിരുന്നു കൊലപാതകം. 2023 രജൌരി ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഖത്തൽ. ജമ്മുകശ്മീരിലെ റാസി ജില്ലയിൽ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയവർ സഞ്ചരിച്ച ബസിന് നേരെ നടന്ന ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ഖത്തലായിരുന്നു. മധ്യ അമേരിക്കയിലുടനീളം വീശിയടിച്ച ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും 33 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. വീടുകളുടെ മേൽക്കൂരകൾ തകർന്നതുൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. കനത്ത പൊടിക്കാറ്റിനെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചും അപകടം സംഭവിച്ചു. ചുഴലിക്കാറ്റ് വീശിയടിച്ച അർക്കൻസസ്, ജോർജിയ എന്നിവിടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വടക്കൻ മാസിഡോണിയയിൽ നിഷ ക്ലബിൽ വൻ തീപിടുത്തം. അപകടത്തിൽ 51 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റെന്നാണ് വിവരം. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തെക്കൻ പട്ടണമായ കൊക്കാനിയിലെ പ്രാദേശിക പോപ്പ് ഗ്രൂപ്പിന്റെ സംഗീത പരിപാടിക്കിടെയായിരുന്നു തീപിടുത്തം. പരിപാടിയിൽ 1500-ലധികം പേർ ആ സമയത്ത് പങ്കെടുത്തിരുന്നു എന്നാണ് റിപ്പോർട്ട്. പരിപാടിക്ക് എത്തിയ ക്ലബിലെ യുവാക്കൾ കരിമരുന്ന് പ്രയോഗം നടത്തിയതാണ് മേൽക്കൂരയ്ക്ക് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.